ക്രിസ്തുവിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒരു രാഷ്ട്രം ഭയത്താൽ വിഭജിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾക്ക് ശേഷവും മഹാത്മാഗാന്ധി ആഴമേറിയതും വൈരുദ്ധ്യാത്മകവുമായ വികാരങ്ങളെ ഉണർത്തുന്ന ഒരു പേരാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം രാഷ്ട്രപിതാവാണ്. വിദ്വേഷത്തെ പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം വെറുപ്പ് നിരസിക്കുക എന്നതാണെന്ന് നമ്മെ പഠിപ്പിച്ച അഹിംസയുടെ അപ്പോസ്തലനാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അദ്ദേഹം ഒരു വിവാദ വ്യക്തിയാണ്. വിഭജനത്തിന്റെ വേദനയ്ക്ക് കാരണക്കാരനായി, ബലഹീനത ആരോപിക്കപ്പെട്ടു, ഒരു ഭീഷണിയായി പോലും കാണുന്നു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ ട്രിഗർ വലിച്ചു. 3 വെടിയുണ്ടകൾ കൊണ്ട് ഗാന്ധിയുടെ ജീവിതം അവസാനിപ്പിച്ചു. ഗോഡ്സെ വ്യക്തിപരമായ അത്യാഗ്രഹം കൊണ്ടോ കോപം കൊണ്ടോ മാത്രമല്ല പ്രവർത്തിച്ചത്, ഭയം കൊണ്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ദർശനം താൻ സ്നേഹിച്ച രാഷ്ട്രത്തെ നശിപ്പിക്കുമോ എന്ന ഭയം. ഇന്നത്തെ സുവിശേഷത്തിൽ ഇതേ വാക്ക് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. യേശു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചതിനുശേഷം ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. പലരും അവനിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റുള്ളവർ പരിഭ്രാന്തരായി പരീശന്മാരുടെ അടുത്തേക്ക് ഓടി. മുഖ്യപുരോഹിതന്മാരും പരീശന്മാരും ഒരു അടിയന്തര യോഗം വിളിച്ചു. നമ്മൾ എന്തു ചെയ്യണം? അവർ ചോദിച്ചു. അവനെ ഇങ്ങനെ പോകാൻ അനുവദിച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നമ്മുടെ ജനതയെയും നശിപ്പിക്കും. അപ്പോൾ മഹാപുരോഹിതനായ കയ്യഫാസ് ഇന്ന് നമ്മൾ കേട്ടതുപോലെയുള്ള ഭയാനകമായ വാക്കുകൾ പറഞ്ഞു. ജനത മുഴുവൻ നശിച്ചു പോകുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ജനങ്ങൾക്കുവേണ്ടി മരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഭയം അവരെ യേശുവിനെ രക്ഷകനായിട്ടല്ല, മറിച്ച് ഒരു അപകടമായി കാണാൻ പ്രേരിപ്പിച്ചു. ഭയം ഒരു അത്ഭുതത്തെ ഒരു രാഷ്ട്രീയ ഭീഷണിയാക്കി മാറ്റി. ഒരു നിരപരാധിയുടെ മരണം ദേശീയ സുരക്ഷയ്ക്ക് നൽകേണ്ട ഒരു ചെറിയ വിലയാണെന്ന് ഭയം അവരെ ബോധ്യപ്പെടുത്തി. ആ നിമിഷം അവർ വിശ്വാസത്തിന്റെ പാതയേക്കാൾ ബലിയാടാക്കലിന്റെ പാത തിരഞ്ഞെടുത്തു. നമുക്ക് സമാന്തരം കാണാൻ കഴിയുന്നില്ലേ? കയ്യഫാസിനെപ്പോലെ ഗോഡ്സെയും ഒരേ ഭയാനകമായ യുക്തിയാൽ നയിക്കപ്പെട്ടു. രാഷ്ട്രം അതിജീവിക്കാൻ ഒരു മനുഷ്യനെ നീക്കം ചെയ്യണം. മറ്റൊരാളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉത്കണ്ഠയുടെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇരുവരും പ്രവർത്തിച്ചത്. കയ്യഫാസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ എന്നത് യേശുവിനെ പിന്തുടരുന്ന വർദ്ധിച്ചുവരുന്ന ജനക്കൂട്ടമായിരുന്നു. ഗോഡ്സെയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഈ മുസ്ലിം അയൽക്കാരൻ, ദലിത് സഹോദരൻ, ക്രിസ്ത്യൻ സഹോദരി, ഇന്ത്യ എന്തായിരിക്കണം എന്ന ഇടുങ്ങിയ കാഴ്ചപ്പാടിന് അനുയോജ്യമല്ലാത്ത ഏതൊരാളും ആയിരുന്നു. യഥാർത്ഥ ഭീഷണി ഒരിക്കലും മറ്റൊരാൾ അല്ല എന്ന സത്യത്തിന് ഭയം ഇരുവരെയും അന്ധരാക്കി. യഥാർത്ഥ ഭീഷണി ഭയം തന്നെയായിരുന്നു. എന്നിട്ടും ഗാന്ധിയെ നോക്കൂ. കലാപങ്ങൾക്കിടയിലും വിഭജനത്തിന്റെ രക്തച്ചൊരിച്ചിലുകൾക്കിടയിലും വധഭീഷണികൾക്കിടയിലും ഗാന്ധി യേശുവിന്റെ വഴി തിരഞ്ഞെടുത്തു. അദ്ദേഹം ഉപവസിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അക്രമത്തിന്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹം കടന്നുചെന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ആശ്ലേഷിച്ചു. അദ്ദേഹം വെറുക്കാൻ വിസമ്മതിച്ചു. യഥാർത്ഥ സ്വരാജ്, യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ മനുഷ്യ ഹൃദയത്തിന്റെയും ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. യേശു പ്രഖ്യാപിച്ച അതേ ദർശനം അദ്ദേഹം ജീവിച്ചു. അവസാനത്തെ ആളുകൾ ആദ്യം ശത്രു സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ത്യാഗം എല്ലാവർക്കും ജീവിതത്തിലേക്കുള്ള വാതിലായി മാറുന്ന ഒരു രാജ്യം. യേശു കുരിശിൽ നിന്ന് ഓടിപ്പോയില്ല. ഗാന്ധി കൊലയാളിയുടെ വെടിയുണ്ടയിൽ നിന്ന് ഓടിപ്പോയില്ല. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണെന്നും. ഇന്ന് സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചോദ്യം ഇതാണ്: ഇവിടെ നമ്മുടെ ഇടവകയിൽ, ഇവിടെ നമ്മുടെ നഗരത്തിൽ, ഇവിടെ നമ്മുടെ രാജ്യത്ത്. മതപരം, രാഷ്ട്രീയം, സാംസ്കാരികം, ജാതി എന്നിങ്ങനെ വ്യത്യാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഭയത്തിന്റെ വഴിയാണോ വിശ്വാസത്തിന്റെ വഴിയാണോ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ജീവിതരീതി നിലനിൽക്കുന്നതിന് ഒരു കൂട്ടം, ഒരു സമൂഹം, ഒരു ശബ്ദം നിശബ്ദമാക്കുന്നതാണ് നല്ലത് എന്ന് പറയണോ നമ്മൾ മറ്റുള്ളവരെ ബലിയാടാക്കുന്നത്? അതോ യേശുവും ഗാന്ധിയും കണ്ട വലിയ നന്മയിൽ, അനുരഞ്ജനപ്പെട്ട മനുഷ്യരാശിയുടെ നന്മയിൽ വിശ്വസിക്കാൻ നാം ധൈര്യപ്പെടുന്നുണ്ടോ? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പലതവണ ചോദിച്ച അതേ ചോദ്യം നമ്മോട് ചോദിക്കുന്നു: നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഭയത്തേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കാം. ആരുടെയെങ്കിലും അഭിപ്രായം നമ്മെ കോപിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കൽ തിരഞ്ഞെടുക്കാം. വ്യത്യസ്തനായ ഒരു അയൽക്കാരനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അനുകമ്പ തിരഞ്ഞെടുക്കാം. ലോകം വിഭജനം വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഐക്യം തിരഞ്ഞെടുക്കാം. നമുക്ക് കർത്താവിന്റെ മേശ തിരഞ്ഞെടുക്കാം. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ദലിതനോ ബ്രാഹ്മണനോ ഇല്ല, ഒരേ ശരീരത്തിൽ സഹോദരീ സഹോദരന്മാർ മാത്രം. നമുക്ക് പ്രവർത്തിക്കാം. ഈ ആഴ്ച രാഷ്ട്രീയം അല്ലെങ്കിൽ മതം കാരണം നിങ്ങൾ ഒഴിവാക്കുന്ന ഒരാളെ സമീപിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുക. വെറുപ്പില്ലാതെ നീതിക്കുവേണ്ടി സംസാരിക്കുക.
നിങ്ങൾ വിയോജിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക. ഗാന്ധിയെപ്പോലെ കോപത്തിൽ നിന്നും സംശയത്തിൽ നിന്നും ഉപവസിക്കുക. ഞാൻ ഒരു ഹ്രസ്വ വീഡിയോ കണ്ടു. ഒരു ഹിന്ദു കുട്ടി ഒരു മുസ്ലിം അയൽക്കാരൻ നേരെ കളിയായി ഹോളി നിറം എറിഞ്ഞു. ആദ്യം ഭയമുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ആ അയൽക്കാരൻ കോപത്തോടെയല്ല, മറിച്ച് ഒരുമിച്ച് ആഘോഷിക്കാൻ മടങ്ങി. സന്തോഷവും മധുരപലഹാരങ്ങളും പങ്കിട്ടുകൊണ്ടാണ് അത് അവസാനിച്ചത്. നമ്മൾ കൈ നീട്ടുമ്പോൾ ഭയത്തിൽ ആരംഭിക്കുന്നത് സൗഹൃദത്തിൽ അവസാനിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണിത്. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ അത്തരം നിമിഷങ്ങൾക്കായി നമുക്ക് തുറന്നിരിക്കാം. കാരണം ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വെറും ദയുള്ളവരായിരിക്കുകയല്ല, നമ്മൾ സുവിശേഷം ജീവിക്കുന്നു. കെയ്യഫാസിന്റെയും ഗോഡ്സെയുടെയും ആത്മാവിന് അവസാന വാക്ക് ഇല്ലെന്ന് നമ്മൾ തെളിയിക്കുകയാണ്. അവസാന വാക്ക് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റേതാണ്. അവൻ കുരിശിനെ വിജയമാക്കി ശവകുടീരത്തെ ജീവിതമാക്കി മാറ്റി. സുവിശേഷവും ചരിത്രവും നമ്മൾ ചിന്തിക്കുമ്പോൾ സൻഹെഡ്രിൻ കൗൺസിലിലോ സുരക്ഷയുടെ പേരിലോ ഉള്ള ഭയം നീതിയെ എങ്ങനെ നിശബ്ദമാക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും യേശു നമ്മെ കൂടുതൽ വിളിക്കുന്നുണ്ട്. എല്ലാ യുഗത്തിലും ആരെയും മറക്കാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കണം. നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക മാത്രമല്ല, എല്ലാവരുടെയും അന്തസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളുകളായി നമുക്ക് മാറാം. ഭയത്തിനു പകരം വിശ്വാസവും നിശബ്ദതയ്ക്കു പകരം നീതിയും ഒഴിവാക്കലിനു പകരം കാരുണ്യവും നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ക്രിസ്തുവിനെപ്പോലെ ഭയം ഒരിക്കൽ ഭരിച്ചിരുന്നിടത്ത് നമുക്ക് ജീവൻ കൊണ്ടുവരാം. ആമേൻ. സമാധാനത്തോടെ പോകൂ. ഭയമല്ല, വിശ്വാസം വഴി നയിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.